തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായ മിഷണറി പ്രവർത്തകൻ ഷിബി ജോർജിൻ്റെ അനുഭവ കഥകളാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. സംസാരശേഷി നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ച ഷിബിയുടെ അധരങ്ങളിൽ ഇന്ന് യേശുവിൻ്റെ വചനധ്വനി മുഴങ്ങുകയാണ്. കടലോളം നിറഞ്ഞു നിൽക്കുന്ന ദൈവമഹത്വത്തിൻ്റെ പ്രചാരകനായി മാറിയ ഷിബി കടന്നുവന്ന വഴികൾ അത്യന്തം ദുർഘടമായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് മുൻപിൽ തകർന്നുപോയ നാളുകളിൽ നിന്ന് ദൈവിക നന്മകളെ തിരിച്ചുപിടിച്ച അനുഗ്രഹീത സാക്ഷ്യമാണ് ഷിബിയുടേത്. ഞാൻ ജനിച്ചു വളർന്നത് പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളരുവാൻ ഇടയെത്തിരുന്നത്. എൻ്റെ പപ്പ അമ്മ പൊന്മുടിയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ഏകദേശം ഒരു 2-3 വയസ്സ് പ്രായം വരെ ഞാൻ ആ ദേശത്താണ് താമസിച്ചിരുന്നത്. ആ ദേശത്താണ് ഞാൻ വളർന്നിരുന്നത്. ഞങ്ങൾ യേശുവിനെ അറിയുന്നത് ആ ദേശത്ത് വെച്ചാണ്. പൊന്മുടി എന്ന് പറയുന്ന ദേശത്ത് വെച്ചാണ് ഞങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എൻ്റെ അമ്മ ഒരു കത്തോലിക്ക കുടുംബത്തിനകത്താണ് അമ്മ ജനിച്ച് വളർന്നതും. എൻ്റെ പപ്പ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പപ്പ ഒരു ക്രിസ്ത്യൻ ആ ഒരിലേക്ക്, അതായത് കത്തോലിക്ക ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം പോലും പിന്നെ എൻ്റെ പപ്പ പള്ളി പോകാറില്ല. കാരണം രാഷ്ട്രീയമായുള്ള ആ ഒരു പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുത്ത് പിന്നെ അവിടുത്തെ ജോലി കാര്യങ്ങൾക്കായിട്ടാണ് എൻ്റെ പപ്പ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ രാഷ്ട്രീയ തലത്തിൽ പോകുന്നത് കൊണ്ട് ഒത്തിരി ശത്രുക്കൾ എൻ്റെ പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങൾ നേരിട്ടൊരു സമയമുണ്ടായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞു പ്രായം മുതലേ ആ ഒരു സാഹചര്യത്തിനകത്താണ് ഞങ്ങൾ വളർന്നത്. ഒരിക്കൽ എൻ്റെ പപ്പ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ എൻ്റെ പപ്പ ജോലിക്ക് കടന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് കടന്നു പോകാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ എൻ്റെ പപ്പ ലേറ്റായിട്ടാണ് എണീറ്റത്. ആ സമയത്ത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിൽ ഇറങ്ങുന്ന സമയം, ഞാനിങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഞാനങ്ങ് മറിഞ്ഞു വീഴുവാൻ ഇടയിൽ തീർന്നു. അതിനുശേഷം ഞാൻ മിണ്ടുകയില്ല, ഞാൻ സംസാരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഉടനെ എൻ്റെ പപ്പയും അമ്മയും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇടയിൽ തീർന്നു. ആശുപത്രിയിൽ അവർ ചികിത്സിച്ചിട്ട് അവർ എൻ്റെ ശരീരത്തിൽ സൂചികൾ കൊണ്ട് കുത്തിയിട്ട് പോലും എനിക്ക് വേദനകൾ അറിയത്തില്ലായിരുന്നു, ഞാൻ കരയത്തില്ലായിരുന്നു. ഒരു മരിച്ച ശരീരം എങ്ങനെയാണോ കിടക്കുന്നത് അതേ ഒരു അവസ്ഥയ്ക്കകത്തായിരുന്നു എൻ്റെ ശരീരം കിടന്നത്. ഡോക്ടർമാർക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ, അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ മുഴുവനും അവർ ശ്രമിച്ചിട്ട് എൻ്റെ ശരീരത്തിലൊരു ചലനം കൊണ്ട് വരുവാനോ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ എന്നെ വേദനിപ്പിക്കാനോ എന്നെ കരയിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അന്നേരം ഇരിക്കുമ്പോഴാണ് അതിലൊരു ഡോക്ടർ വന്നിട്ട് എൻ്റെ പപ്പയുടെ അടുത്ത് വന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെക്കൊണ്ട് പറ്റത്തില്ല, ഒന്നേ നിങ്ങളൊരു മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോവുക, അതല്ലെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥന കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യം. എൻ്റെ പപ്പ എന്നെ എടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മന്ത്രവാദിയുടെ അടുക്കലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. മന്ത്രവാദിയുടെ അടുക്കൽ പോയാൽ ഒരുപക്ഷെ എനിക്ക് ജീവൻ കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ശരീരം ചലനമുണ്ടാകും, ഞാൻ സംസാരിക്കും എന്നുള്ളൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അന്നേരം എൻ്റെ പപ്പ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ആൻറ്റി പെട്ടെന്ന് അവിടെ വരികയാണ്. ആ ആൻറ്റി വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, എവിടെ പോകുന്നു, എന്ത് പറ്റി എന്ന് പറയുമ്പോൾ പപ്പ എൻ്റെ അവസ്ഥ ഈ ആൻറ്റിയോട് പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇവന് സംസാരിക്കുന്നില്ല, ഇവൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ ഇവൻ സംസാരിക്കുന്നില്ല, ഇവന് മിണ്ടുന്നില്ല, ഒരു മരിച്ചൊരവസ്ഥയിൽ അവർ പറഞ്ഞിങ്ങനെയാണ്, എൻ്റെ കൺപോളകൾ പോലും ചലിക്കുന്നില്ല, അങ്ങനെ ഈ ആൻറ്റി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ ഇവനെ എവിടെ കൊണ്ടുപോകുക? അന്നേരം പപ്പ പറഞ്ഞിട്ട് ഭാമണി ഇങ്ങനെ ഇന്ന അടുത്ത് മന്ത്രവാദി ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ഈ ആൻറ്റി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നീ ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇന്നൊരു സ്ഥലത്തൊരു പ്രാർത്ഥന നടപ്പുണ്ട്, ഒരു ഉപവാസ പ്രാർത്ഥനയാണ്, നിങ്ങൾ ആ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കൊണ്ടു ചെല്ല്, അവിടെ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവനെ മന്ത്രവാദിയുടെ അടുക്കലോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പപ്പ ഈ ആൻറ്റിയുടെ വാക്ക് കേട്ടിട്ട് പപ്പയും അമ്മയും
എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ എന്നെ കൊണ്ടുവന്ന് ഈ പ്രാർത്ഥന സ്ഥലത്ത്, ഈ ആലയത്തിനകത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അന്നേരം അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു, ഉപവാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവിടുത്തെ പാസ്റ്ററിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ഇവർ അവതരിപ്പിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെയാണ്: കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാൽ, കർത്താവ് ഈ മകന് സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അപ്പനും എൻ്റെ അപ്പച്ചനും അമ്മയെല്ലാം ഒരു തീരുമാനം എടുത്തു. അങ്ങനെ യേശു ഞങ്ങളെ സൗഖ്യമാക്കുന്നുണ്ടെങ്കിൽ, യേശു എന്നെ സൗഖ്യമാക്കുന്നുണ്ടെങ്കിൽ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് നേർന്നും. അതേപോലെ തന്നെ ഞങ്ങളെല്ലാവരും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കും എന്നൊരു തീരുമാനം അന്ന് ആ സമയത്ത്, ആ പകൽ അവരൊരു തീരുമാനം എടുക്കുവാനിടയിൽ തീർന്നു. ആ തീരുമാനത്തിനകത്ത് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭ ഒരുമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകുന്നേരമായ സമയത്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി, എൻ്റെ കൈ കാലുകളെല്ലാം അനങ്ങാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾക്ക്, എൻ്റെ പപ്പയും അമ്മയ്ക്കും എൻ്റെ അപ്പച്ചൻ അമ്മച്ചിക്ക് ഒരു വിശ്വാസം വന്നു, ഏക ദൈവം യേശു ക്രിസ്തു ആണ്. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഒരു വിടുതലുള്ളൂ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്ന് അന്നത്തെ ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ ഇടയിൽ തീർന്നു. ആ ഒരു ദിവസം ഞങ്ങൾ യേശുവിനെ ഹൃദയം കൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചു. അന്നു മുതൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അന്നു മുതൽ ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സത്യത്തിലും ആത്മാവിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയിൽ തീർന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് എൻ്റെ പപ്പയുടെ ജോലി നഷ്ടപ്പെട്ടു. കാരണം ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾ പൊന്മുടി എന്ന് പറഞ്ഞ ദേശത്തു നിന്ന് ഞങ്ങൾ തിരിച്ച് ചുള്ളിമാനൂർ, നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, ചുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ താമസം വന്നു. അവിടെ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വരുവാനിടത്ത് വന്നു. കാരണം എൻ്റെ പപ്പയ്ക്ക് വേറെ ജോലിയോ അങ്ങനെ ഒന്നും എൻ്റെ പപ്പയ്ക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എൻ്റെ പപ്പ അവിടുത്തെ ഫാക്ടറിയിൽ ഒരു വാച്ചറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ പിന്നെ വേറെ ജോലിയൊന്നും പപ്പയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഈ ചുള്ളിമാനൂർ ദേശത്ത് വന്ന് താമസിക്കുന്ന സമയത്ത് വസ്തു, എൻ്റെ അപ്പച്ചൻ്റെ സ്ഥലങ്ങൾ ഷെയർ ചെയ്ത് വന്ന സമയത്ത് എൻ്റെ പപ്പയ്ക്ക് ഷെയർ കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഒത്തിരി പ്രയാസപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പപ്പയുടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ വീട്ടിൽ കുറച്ച് നാൾ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം ഞങ്ങൾ ആ വീട്ടിനകത്ത് താമസിക്കുവാനിടയിൽ തീർന്നു. അവിടെ നിന്നാണ് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് ഞങ്ങൾ മാറുന്നത്. ആ വാടക വീട്ടിലേക്ക് ഞങ്ങൾ മാറി അവിടെ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വരാൻ തുടങ്ങി. ഞാൻ ആ സമയത്തൊക്കെ ഞങ്ങൾ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. ആ സമയത്ത് നല്ലൊരു ആഹാരം കഴിക്കാൻ പോലെയൊക്കെ ഞങ്ങൾ കൊതിച്ച ഒരു സമയമുണ്ടായിരുന്നു. കാരണം നല്ല ആഹാരം ഞങ്ങൾ കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ പപ്പയ്ക്ക് വേറൊരു ജോലി അറിയത്തില്ല. കാരണം ഈ വാച്ചർ ജോലി എന്നല്ലാതെ വേറൊരു ജോലി എൻ്റെ പപ്പയ്ക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ പലരും വന്ന് ജോലിക്ക് വിളിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ പപ്പയെ ജോലിക്ക് വിളിക്കുന്നത് വിറക് കീറാൻ വേണ്ടിയിട്ട് വിളിച്ചു. വിറക് കീറാൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ പപ്പയ്ക്ക് അറിയത്തില്ല. പക്ഷേ പപ്പ പറഞ്ഞ് ഇങ്ങനെയാണ്, എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് ഈ ജോലിക്ക് പോവുകയാണ്. പക്ഷേ ഞങ്ങൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ വരുന്നത് കാല് കോടാലി കൊണ്ട് മുറിവേൽക്കപ്പെട്ട സ്റ്റിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നത്. കാരണം ആദ്യത്തെ വെട്ടിയത് കാലിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ഈ തൂമ്പപ്പണിക്ക് വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ അന്നേരം അറിയത്തില്ല തൂമ്പപ്പണി എങ്ങനെയാണ് ചെയ്യേണ്ടത് അറിയത്തില്ല. പക്ഷേ ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് എൻ്റെ പപ്പ പോയി. അന്നേരം ഞങ്ങൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്, ആ വിരലിൻ്റെ ഭാഗം അവിടെ ഇങ്ങനെ തൂമ്പ കൊണ്ടിട്ട് മുറിവേറ്റ് വരുന്ന ഒരാളിനെ കണ്ടു. പിന്നെ കോൺക്രീറ്റ് പണിക്ക് പോകുമ്പോൾ അറിയത്തില്ല എൻ്റെ പപ്പയ്ക്ക് കോൺക്രീറ്റ് പണി. കാരണം പപ്പ ഒരു ചട്ടി കോൺക്രീറ്റ് എടുത്ത് കൊടുക്കും, അടുത്ത് പോയി കൈ കഴുകുന്ന സമയത്ത് ഈ കൈ മൊത്തം പൊള്ളി അടന്ന്, ആ തൊലികളെല്ലാം അടന്ന് പോയൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ സാഹചര്യത്തിനകത്ത് ഞങ്ങൾ ആ കർത്താവിനെ കൈവിട്ടില്ല. ഞങ്ങൾ ആ കർത്താവിൽ മുറുകെ പിടിച്ചു. ഞങ്ങൾ യേശുവിനെ മുറുകെ പിടിച്ചു. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ആ യേശു ഞങ്ങളെ മാനിക്കും, യേശു കർത്താവ് ഞങ്ങളെ ഉയർത്തുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ അമ്മ ഈ അവിടെയുള്ള അടുത്തുള്ള വീടുകളിൽ ഈ മുറ്റം തൂക്കാനും
വീട്ടിനകത്ത് ഈ അടുക്കള പണികൾ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഈ വൈകുന്നേര സമയങ്ങളിൽ പോകും. പക്ഷേ അമ്മയ്ക്ക് അവിടെ കഴിക്കാൻ കിട്ടുന്ന ആഹാരം കഴിക്കാതെ ഞങ്ങൾക്ക് കൊണ്ട് തരുമായിരുന്നു. ആ ആഹാരമാണ് ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ സന്തോഷിക്കും. ഞാനും എൻ്റെ അനിയനും ആ ഒരു സന്തോഷത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. പക്ഷേ എന്നാലും പോലും ഞങ്ങൾ ആ ചെറു പ്രായത്തിൽ ഞങ്ങളുടെ ആഹാരത്തോടുള്ള ആ ഒരു ഇത് ഞങ്ങൾ വിട്ട് മാറിയിട്ടില്ല. പലപ്പോഴും ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം നടന്നാലോ അല്ലെങ്കിൽ ഒരു പാല് കാഴ്ച നടന്നാലോ എൻ്റെ പപ്പയമ്മ പോകുന്നതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കൈമടക്ക് കൊടുക്കണം. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ പോകാറില്ല. പക്ഷേ ഞങ്ങൾ നിർബന്ധം മുഖാന്തരം ചില സമയത്ത് ചില കല്യാണത്തിന് പോകാറുണ്ട്. കല്യാണത്തിന് പോയിട്ട് ഈ ഫുഡ് കൊടുക്കുന്ന സമയം ആദ്യത്തെ ആ ഒരു ടൈമിൽ ഞങ്ങൾ കയറി കഴിക്കും. ഞാനും എൻ്റെ അനിയന് പോയി കഴിച്ചിട്ട് ഞങ്ങൾ വെളിയിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ വയറ് തടവി കാണിക്കും, ഞങ്ങൾക്കൊന്നും ആയില്ല, ഞങ്ങൾക്ക് ഇനിയും വേണം എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞങ്ങൾ വളർന്നു വന്നത്. പക്ഷേ ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഞങ്ങൾ വളർന്ന് ഏകദേശം ഒരു 20 വർഷം ഞങ്ങൾ വാടക വീട്ടിൽ കിടന്നു. വാടക വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. വാടക പോലും കൊടുക്കുവാൻ കഴിയാത്തൊരു സാഹചര്യങ്ങൾ വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു കടമുറിക്കകത്ത് ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങി. അതിനകത്ത് ആ ഒരു കടമുറിക്കകത്ത് ഞാനും എൻ്റെ പപ്പയും അമ്മയും എൻ്റെ സഹോദരൻ ഞങ്ങൾ കിടന്നുറങ്ങിയ ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്നെനിക്ക് നല്ല ഓർമ്മയുടെ ആ കടമുറിക്കകത്ത് എൻ്റെ പപ്പ ആ സ്ലാബിൻ്റെ മേളിൽ കിടക്കും, അമ്മ ആ സ്ലാബിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. ശേഷം അതിനകത്ത് സാധനങ്ങൾ പറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഒരു സ്ഥലം മാത്രമല്ല, ആ സ്ഥലത്തിനകത്താണ് ഞാനും എൻ്റെ അനിയനും കിടന്നുറങ്ങുന്നത്. പക്ഷേ രാത്രിയിൽ പോലീസ് വന്നിട്ട് എൻ്റെ പപ്പയോട് പറയും, നീ എണീറ്റ് വീട്ടിൽ പോയി കിടക്കും, നീ എന്തിനാ ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓട്ടിച്ചു വിടുമായിരുന്നു. പക്ഷേ എൻ്റെ പപ്പ പറഞ്ഞിങ്ങനെയാണ്, സാറേ എനിക്ക് വേറെ വീടില്ല, ഞാൻ ഈ കടയിലാണ് കിടക്കുന്നത്, ഞാൻ ഈ കടയിൽ ബിസിനസ് ചെയ്യുന്നത്, ഞങ്ങൾ വീടില്ല, ഞങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ പപ്പ പോലീസുകാരോട് പോലീസ് പറയുന്നത്, നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾക്ക് വീടുണ്ട്, നിങ്ങൾ വേറെ എന്ത് ഉദ്ദേശത്തോടെ ഇവിടെ വന്ന് കിടക്കുന്നതാണ്, നിങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി വന്ന് കിടക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വരട്ടും. അന്നേരം എൻ്റെ പപ്പ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്, അപ്പോൾ ആ ലൈറ്റ് അടിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കാരണം ഞാൻ എൻ്റെ അനിയനും അകത്ത് കിടക്കുന്നത്, എൻ്റെ അമ്മ ഈ താഴെ ഈ സ്ലാബിൻ്റെ ഈ ഭാഗത്ത് കിടക്കുന്നതൊക്കെ കാണിച്ചു. അന്നേരം ഇവർക്ക് കാര്യം മനസ്സിലായിട്ട് അവർ പറഞ്ഞു, ശരി നിങ്ങളിവിടെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാർ കുറച്ചങ്ങ് അപ്പുറം മാറി ആ ഒരു പോസ്റ്റിൻ്റെ ആ വെട്ടത്തിൽ അവരവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇവർ ഡെയിലി എല്ലാ ദിവസവും ഇവരിങ്ങനെ അവിടെ വന്ന് ഞങ്ങൾക്കൊരു കാവലായിട്ട് അവരവിടെ നിൽക്കും. പക്ഷേ അവിടെ നിന്നൊക്കെ ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ അറിവായി ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന സമയത്തൊക്കെ ഈ ഞങ്ങളുടെ വീട്ടിൽ ഈ പാസ്റ്റർമാർ കടന്നു വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പാസ്റ്റർമാർ വരും. ഈ പാസ്റ്റർമാർ വരുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളെ വീട്ടിനകത്ത് അവർക്കൊരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ പോലും സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലേ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഈ പാസ്റ്റർമാർ വന്നാൽ പോലും അവരെ വെറുതെ വിടത്തില്ല. കാരണം അപ്പുറത്തെ വീട്ടിൽ പോയാൽ പോലും ഇച്ചിരി തേയിലപ്പൊടി മേടിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു 10 രൂപ മേടിച്ച് ഓഫറിംഗ് ആയിട്ട് ഈ പാസ്റ്റർമാരെ കൊടുത്തു വിടുമായിരുന്നു. പക്ഷേ പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം അപ്പുറത്തെ വീടുകളിൽ പോകാറില്ല, പക്ഷേ ഒരു പാസ്റ്റർ വരുമ്പോൾ മാത്രം എന്തിനു വേണ്ടിയിട്ട് അവരെ മാനിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി കടം മേടിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, ഞങ്ങളെ വീട്ടിൽ വരുന്ന ഒരു ദൈവദാസനെ എൻ്റെ അമ്മ ഒരു ദൈവദൂതനെ പോലെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ കണ്ടതുകൊണ്ട്, അവരെ മാനിച്ചതുകൊണ്ട് പിന്നത്തേൽ ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കാൻ. കാരണം അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെതായ ആ ഒരു പ്രതിഫലം ഇന്ന് ഞങ്ങളത് അനുഭവിക്കാൻ തുടങ്ങി. അന്ന് ആ കട്ടതയ്ക്കകത്ത് അഭിഷിക്ത ദൈവദാസന്മാരെ മാനിച്ചതുകൊണ്ട്, അവർക്ക് വേണ്ടി നല്ല ഫുഡുകൾ ഒരുക്കി കൊടുത്തതുകൊണ്ട് ഇന്ന് എനിക്ക് പറയാനൊന്നുണ്ട്, അന്ന് അവരെ മാനിച്ചതുകൊണ്ട് ദൈവം ഇന്ന് ഞങ്ങളെ മാനിക്കുവാനിടയിൽ തീർന്നു. എൻ്റെ ആ കുഞ്ഞുനാളിൽ തന്നെ എൻ്റെ അവസ്ഥ കാരണം ഞങ്ങളെ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല. കാരണം ആഹാരമില്ലാത്തതുകൊണ്ട് ആ ഒരു ഞെരുക്കം വന്നതുകൊണ്ട് എന്നെ എൻ്റെ അനിയനെയും കൊണ്ട് ഈ അനാഥശാലയിൽ കൊണ്ട് നിർത്തി. കാരണം അനാഥശാലയിൽ കൊണ്ട് നിർത്തി എൻ്റെ അനിയൻ അവിടെ നിന്നില്ല. കാരണം അവന് പപ്പേനെ അമ്മേനെ വിട്ട് അവന് നിൽക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവൻ ഓടി അവരെ കൂടെ തിരിച്ചു പോയിക്കാണ്. പക്ഷേ ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളം അനാഥശാലയ്ക്കകത്ത് അവിടെ നിന്ന് വളരുവാനിടയെത്തുന്നത്. കാരണം അവിടുത്തെ ആ ബോർഡിങ്ങിലുള്ള ആ സാഹചര്യം അവരുടേതായ ആ നിയമങ്ങൾ അനുസരിച്ച് അവിടെ പഠിച്ചു. അവിടെ ഒരു 1.5 വർഷം നിന്ന ശേഷം ഞാൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വന്ന് പിന്നെ എൻ്റെ വിദ്യാഭ്യാസം പകുതി കൊണ്ട് ഞാനത് നിർത്തി. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ സംസാരം, എൻ്റെ നാക്ക് വിക്കലുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പഠിക്കാനുള്ള ആ ഒരു കഴിവില്ലാത്തത് കൊണ്ടൊക്കെ
ഞാൻ എൻ്റെ പഠിത്തം പകുതി വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ പലരും എന്നെ വിളിച്ചു, പലരും എന്നെ കളിയാക്കാറുണ്ട്, മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്, വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പലരും കളിയാക്കിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ചുള്ളിമാനൂർ മൊട്ടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഞങ്ങൾ താമസത്തിന് വന്നു. അവിടെ ആ ഒരു ദൈവദാസനായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്ത് അവിടുത്തെ ചർച്ചിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ സ്ഥിരം ആ ചർച്ചിൽ പൊയ്ക്കൊണ്ടിരുന്നു. അവിടുത്തെ ദൈവദാസൻ എന്നെ വിളിച്ചുകൊണ്ട്, അന്ന് എനിക്ക് ഏകദേശം ഒരു 10-15 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാനിങ്ങനെ എൻ്റെ പപ്പയുടെ കടയ്ക്കകത്ത് അന്ന് ഞങ്ങൾ സിഗരറ്റ് വിൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഒരാൾ വന്ന്, ഞാൻ അന്ന് ആ കടയിലിരിക്കുന്ന ഒരാൾ വന്ന് എൻ്റെ നിന്ന് ഒരു സിഗരറ്റ് മേടിച്ചുകൊണ്ട് പോയി. സിഗരറ്റ് മേടിച്ചിട്ട് ഈ പുള്ളി അവിടെ ചെന്ന് വലിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളി ഈ സിഗരറ്റ് മേടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് വലിക്കുന്നു. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഈ സിഗരറ്റിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം. ഈ പുള്ളി ഇങ്ങനെ ഭയങ്കര സുഖത്തോടെ ഇങ്ങനെ വലിച്ചു വിടുന്നത് കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ സുഖം എന്താണെന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സിഗരറ്റ് എടുത്തിട്ട് ഞാൻ ഈ കടയ്ക്കകത്തെറി വലിച്ചു. ആ വലിച്ച് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് അമ്മ വന്നു. അപ്പോൾ അമ്മ വന്ന് സംസാരിച്ചുകൊണ്ട് അമ്മ എൻ്റെ നീ സിഗരറ്റ് വലിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സിഗരറ്റ് വലിച്ചില്ല, നിൻ്റെ വായിൽ നിന്ന് നാറ്റം വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ആയിരിക്കുന്ന ചേട്ടൻ സിഗരറ്റ് വലിച്ചിട്ട് എൻ്റെ മുഖത്ത് ഊതിയിട്ട് പോയതാണ്, അപ്പോൾ അതിൻ്റെ പുകയുടെ സ്മെല്ലായിരിക്കും. അപ്പോൾ ഞങ്ങളിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ദൈവദാസൻ പാസ്റ്റർ അവിടെ വരുന്നത്. അപ്പോൾ പാസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി വൈകുന്നേരത്ത് റെഡിയായി നിൽക്കണം, നമുക്കൊരു സ്ഥലം വരെ പോകണം. കാരണം ആ പാസ്റ്റർ എന്നെ മീറ്റിങ്ങിനൊക്കെ എന്നെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി, കാരണം പാസ്റ്ററിൻ്റെ കൂടെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ നല്ല ആഹാരം കിട്ടും, നല്ല ആഹാരം കഴിക്കാൻ പറ്റും, അപ്പോൾ ഈ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഉദ്ദേശം മീറ്റിങ്ങിനല്ല, എൻ്റെ ഉദ്ദേശം നല്ല ആഹാരമാണ്, ഈ സ്ഥലം കാണുക, ഇതാണ്. അപ്പോൾ ഈ പാസ്റ്ററിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മൈൻഡോടാണ് ഞാൻ പോയത്. പക്ഷേ എന്നെ അന്ന് കൊണ്ടുപോയത് മീറ്റിങ്ങിനല്ല, ഈ പാസ്റ്ററിൻ്റെ അമ്മ താമസിക്കുന്നത് വീട്ടിലാണ്. അപ്പോൾ എന്നെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, നീ ഇന്നു മുതൽ നീ ഈ വീട്ടിൽ നിന്നാൽ മതി, നീ അങ്ങോട്ട് വരണ്ട, ഞായറാഴ്ച ദിവസം രാവിലെ വന്ന് ആരാധനയ്ക്ക് ഞാൻ നിന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പൊയ്ക്കോളാം, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്നെ അവിടുത്തെ എനിക്കവിടെ വേറെ ഒരു ജോലിയില്ല. ആ വീട്ടിൽ അപ്പച്ചൻ ആ സമയത്ത് ഗൾഫിലാണ്. അപ്പോൾ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അമ്മച്ചി ഒരു കൂട്ടിന് വേണ്ടി ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അമ്മച്ചി വൈകുന്നേരത്ത് സന്ധ്യാപ്രാർത്ഥന തുടങ്ങും. അപ്പോൾ ഈ സന്ധ്യാപ്രാർത്ഥന പാട്ടൊക്കെ പാടി ആരാധിച്ച് തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ബൈബിൾ വായിക്കാൻ പറയുക. അപ്പോൾ അന്നേരം ഞാൻ ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എനിക്ക് വായിക്കാൻ അറിയത്തില്ല. കാരണം 16-ാമത്തെ വയസ്സിൽ ഏതാണോ ഏതോന്നോ എനിക്കറിയത്തില്ല, എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ അമ്മച്ചി എന്നെ ബൈബിൾ വായിപ്പിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഏകദേശം 1.5-2 വർഷം ഞാൻ ആ വീട്ടിനകത്ത് നിന്നു. ആ വീട്ടിനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 6 മണിക്ക് തുടങ്ങുന്ന സന്ധ്യാപ്രാർത്ഥന തീരുന്നത് രാത്രി 12 മണിക്കാണ്. കാരണം ഇത്രയും ടൈം ഒരു സന്ധ്യാപ്രാർത്ഥന നടക്കുന്നതിന് കാരണം എന്നെ ബൈബിൾ വായിപ്പിക്കാൻ പഠിപ്പിക്കുക. കാരണം ബൈബിൾ വായിക്കാനും അതിൽ കൂടി എന്നെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ളത് പോലും എനിക്ക് ചേർത്ത് വായിക്കാൻ അറിയത്തില്ല. കാരണം ഈ അമ്മച്ചി ഈ പദം എന്നെ പറഞ്ഞു തരും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, മറന്നു. അങ്ങനെ എന്നെ ഈ അമ്മച്ചി പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ അമ്മച്ചിയോട് ദേഷ്യം വരാൻ തുടങ്ങിയ കാരണം എന്ന് പറഞ്ഞാൽ ഇവരെന്നെ എൻ്റെ ഈ കൈയുടെ ഇവിടെയൊക്കെ ഇട്ട് നുള്ളുമായിരുന്നു. അപ്പോൾ ഈ വേദനകൾ കൊണ്ടും ഒക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വരാം. പക്ഷേ ഞാൻ അന്നൊരു തീരുമാനം എടുത്ത് ഇങ്ങനെയാണ്, ഞാൻ എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അന്ന് ഈ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ ഒരു 5 അധ്യായമെങ്കിലും ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് പോകുമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. പക്ഷേ ഞാൻ ഈ പകൽ സമയത്ത് കിടന്നുറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു തീരുമാനമെടുത്ത് ഈ സമയത്ത് ബൈബിൾ എടുത്ത് വായിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ വന്നു. അന്നേരം ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ കേട്ട ഒരു കേൾവിയുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ഭോഷത്തന്മാരെ തിരഞ്ഞെടുക്കുമെന്നുള്ളതും ബലമുള്ളവരെ ലജ്ജിപ്പാൻ ബലഹീനതനെ തിരഞ്ഞെടുക്കുമെന്നൊരു വചനമുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങനെ ഒരു വചനം ബൈബിളിനകത്തുണ്ടെങ്കിൽ കർത്താവെ ആ ജ്ഞാനം നീ എനിക്ക് തരണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം എന്നെ ആ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അക്ഷരം അറിയത്തില്ലായിരുന്നു, എനിക്ക് വിക്കലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ബൈബിൾ വായിച്ച് ഞാൻ അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവം തന്ന ഞാൻ പറയട്ടെ, ഞാനൊരു സ്കൂളിൽ പോയോ
സ്കൂളിലെയോ ഒരു കോളേജിലോ പോയി പഠിച്ച ജ്ഞാനമല്ല, എനിക്ക് ദൈവം തന്ന ജ്ഞാനമാണ്. കാരണം എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, സ്വർഗത്തിലെ ജ്ഞാനമാണ്. ആ ജ്ഞാനം കർത്താവ് എൻ്റെ മേൽ നൽകി. അവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് ബൈബിൾ കോളേജിലേക്കാണ്. ബൈബിൾ കോളേജിൽ പോയി ഞാൻ ആ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുന്നു. അവിടുത്തെ പഠനം കഴിഞ്ഞ് ഞാൻ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. കർത്താവിൻ്റെ വേല ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തന്നു. ഞങ്ങളെ ദൈവം നല്ലൊരു രീതിയിലേക്ക് ദൈവം ഞങ്ങളെ ഉയർത്താൻ തുടങ്ങി. എൻ്റെ സഹോദരനെ ദൈവം മാനിച്ചു. അവനെ ദൈവം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയുടെ ബന്ധത്തിലേക്ക് കൊണ്ടുപോകുവാനിടയിൽ തീർന്നു. എന്നെ ദൈവം ശുശ്രൂഷയുടെ മേഖലയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും വിദേശ രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കുവാനിടയിൽ തീർന്നു. കാരണം ഇതെല്ലാം എൻ്റെ ഒരു അനുഭവമാണ്. കാരണം ഒന്നുമില്ലാത്തടത്തു നിന്നും ദൈവം ഞങ്ങളെ സ്റ്റെപ്പായിട്ട് ദൈവം ഞങ്ങളെ ഉയർത്തുവാനിടയിൽ തീർന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ നിർത്തുകയാണ്. കാരണം എനിക്ക് ദൈവം ഒരു മോനെ തന്നു, മൂത്തയാൾ ഹല്ലേലൂയ. അവൻ ഏകദേശം ഹല്ലേലൂയ 1 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതേപോലെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് കടന്നു വരുന്ന സമയത്ത് അവന് പെട്ടെന്ന് പനി വന്നിട്ട് കാറിനകത്ത് വെച്ച് ഫിക്സ് ഉണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാർ നിർത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവന് ഫിക്സ് ഉണ്ടായിട്ട് പനി കൂടി ഫിക്സ് ഉണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഞാൻ ഈ കാറിൽ നിന്ന് ഇങ്ങനെ വെളിയിലിറങ്ങി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയാൻ നിൽക്കും. പെട്ടെന്ന് ഒരു ഓട്ടക്കാരൻ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കും എന്ത് പറ്റി. ഞാൻ പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ ഫിക്സ് വന്നു, എന്ത് ചെയ്യണം. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഇങ്ങനെയാണ്, പെട്ടെന്ന് നിങ്ങൾ വണ്ടിയിൽ കയറാം. അപ്പോൾ എൻ്റെ വൈഫ് പെട്ടെന്ന് ഇവനെ എടുത്തുകൊണ്ട് ഈ ഓട്ടോയിൽ കയറി. ഓട്ടക്കാരൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി. കാരണം എനിക്ക് കയറാൻ പറ്റില്ല. അതിൽ നിന്ന് പോയി ഓട്ടക്കാരൻ ഓട്ടോ എടുത്തുകൊണ്ട് പോയി. ഞാൻ പുറകെ എൻ്റെ കാർ എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. പോകുന്ന സമയത്ത് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ എത്തി. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ എന്തായിരുന്നോ അതൊരവസ്ഥയാണ് അവനും. കാരണം അവൻ്റെ ശരീരത്തിൽ അവർ സൂചി കൊണ്ട് കുത്തുന്നുണ്ട്, അവൻ കരയുന്നില്ല. അവൻ്റെ ശരീരത്തിൽ ഒരു പ്രതികരണം അവനിൽ നിന്നും ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്യണം? അന്നേരം ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, സ്വന്തം വണ്ടിയിൽ പോകരുത്, അത് ആംബുലൻസിൽ തന്നെ കൊണ്ടുപോകണം. ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഞങ്ങളെ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഞാൻ കാര്യമായി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ആംബുലൻസിലൊന്നും കൊണ്ടുപോകണ്ട, നമ്മളെ കുഞ്ഞിന് നമ്മളെ വണ്ടി തന്നെ. ഞങ്ങൾ വണ്ടി കയറ്റിക്കൊണ്ട് ഞാൻ ഇവനെ എൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ചോദിച്ച് ഞാൻ മേടിച്ചതാണ്. എൻ്റെ ആദ്യത്തെ കുഞ്ഞ് എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവനെ നേർന്നതാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ച് മേടിച്ചതാണ്. ആ മെഡിക്കൽ കോളേജിൻ്റെ ആ കവാടത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവൻ പഴയതുപോലെ എങ്ങനെയായിരുന്നോ അതേ സാഹചര്യം ഇവൻ വരണം എന്ന് ഞാൻ കാറിനകത്ത് ഞാൻ ഇവനെ കയ്യിൽ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കറക്റ്റ് ആ മെഡിക്കൽ കോളേജിൻ്റെ ആ ആർച്ചിനകത്ത് കയറുന്നു. ഇവൻ ചാടി എഴുന്നേറ്റ് അവൻ കരയാൻ തുടങ്ങി. അവന് പാല് വേണമെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. പെട്ടെന്ന് ദൈവം അവൻ്റെ ശരീരത്തിന്മേൽ ദൈവം ഒരു വിടുതൽ കൽപ്പിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാണ്, ഇവൻ്റെ 6 വയസ്സ് പ്രായം വരെ ഫിക്സിൻ്റെ ഗുളിക കൊടുക്കണം. ചെറിയൊരു പനി വന്നാൽ പോലും ഫിക്സിൻ്റെ ഗുളിക കൊടുക്കണമെന്ന്. ഞങ്ങൾ 2 പ്രാവശ്യം അവന് പനി വന്നപ്പോൾ ഞങ്ങൾ ഫിക്സിൻ്റെ ഗുളിക കൊടുത്തു. പക്ഷേ ഈ ഗുളിക കൊടുക്കുന്ന സമയത്ത് ഒരുമാതിരി ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഞങ്ങളൊരു തീരുമാനം എടുത്തു, കർത്താവ് അവന് സൗഖ്യം കൊടുത്തതാണ്, ഇനി ഞങ്ങൾ ഈ ഫിക്സിൻ്റെ ഗുളിക കൊടുക്കത്തില്ല എന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ അവന് പിന്നത്തെ പനി വന്നു, പ്രയാസം. പക്ഷേ ആ ഫിക്സിൻ്റെ രോഗം അവന് ഇതുവരേക്കും വന്നിട്ടില്ല. കാരണം ദൈവം പൂർണ്ണമായിട്ട് ദൈവം അവന് സൗഖ്യം കൽപ്പിച്ചു. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം പൈതലേ ഹല്ലേലൂയ, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ ഷെയർ ചെയ്തത്. ഒരു പക്ഷേ ഇതേ അനുഭവത്തിലായിരിക്കും നിങ്ങളുമായിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കും. നിങ്ങൾ ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുക. കാരാഗ്രഹ പ്രമാണി ചോദിച്ചു പോലെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ ഇങ്ങനെയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പകല് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷകൻ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. കാരണം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞങ്ങളും യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഹല്ലേലൂയ ആ യേശു ഞങ്ങളെ ഉയർത്തുവാനിടയിൽ തീർന്നു. ഞങ്ങളുടെ കഷ്ടതയ്ക്കകത്തു നിന്നും ഒരു സീറോയ്ക്കകത്താണ് ഞങ്ങൾ കിടന്നത്. പക്ഷേ അതിനകത്തു നിന്നും ദൈവം ഞങ്ങളെ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഉയർത്തുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഒരു സമയത്ത് ഞങ്ങൾ ആഹാരമില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ദൈവം തന്ന തലമുറകളെ ദൈവം പോഷിപ്പിക്കാൻ തുടങ്ങി. ദൈവം അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. കാരണം ആ അനുഗ്രഹം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് നിർത്തിയെന്നല്ല ഞാൻ പറയുന്നത്, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾ ആ അനുഗ്രഹത്തെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഹല്ലേലൂയ ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവം വലിയവ ചെയ്യട്ടെ എന്ന് ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശു എന്നെ